പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വചനം തിരുവചനത്തിൻ്റെ ഇന്നത്തെ ശുശ്രൂഷയിൽ ദൈവവചനം കേട്ടുകൊണ്ട് നമുക്ക് ധ്യാന ചിന്തകളിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം അധ്യായം 2 തിരുവചനങ്ങൾ 1 മുതൽ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് സുപരിചിതമായ ഒരു വചനഭാഗമാണ് കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ ചെയ്ത പ്രഥമ അത്ഭുതം. ഒരു വിവാഹ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ ഈശോ തൻ്റെ ആദ്യ അത്ഭുതം പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുമ്പോൾ, ഈശോയുടെ ഈ അത്ഭുത പ്രവൃത്തിയുടെ പശ്ചാത്തലവും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥവുമൊക്കെ അനേക തവണ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അടയാളങ്ങളുടെ പുസ്തകം എന്ന ഭാഗത്തിൻ്റെ ആരംഭമാണ് ഈ വചനഭാഗം. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് അനേക തവണ നമ്മൾ മനസ്സിലാക്കുകയും ധ്യാനിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ, ഈ വചനഭാഗത്തിനുള്ള പ്രാധാന്യം? ഒരു വിവാഹ വിരുന്നിൻ്റെ പശ്ചാത്തലമായതുകൊണ്ട് അത് വിവാഹത്തെക്കുറിച്ച് തന്നെ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ 6 കൽഭരണികളെക്കുറിച്ച് വചനം ഇവിടെ പറയുകയാണ്. ഞാൻ പലപ്പോഴും ഇരുന്ന് ചിന്തിക്കാറുണ്ട്, എന്താണ് ഈ 6 കൽഭരണികൾ? ഈശോ വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞ 6 കൽഭരണികൾ എന്തൊക്കെയാണ് എന്ന് പലപ്പോഴും ചിന്തിച്ചപ്പോൾ മനസ്സിലായത്, നമ്മുടെയൊക്കെ വിവാഹത്തിൻ്റെ മുന്നൊരുക്കമെന്ന നിലയിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ നടത്തുന്ന ആലോചനകളാണ്. അതായത് ഒരു കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ, ഒരു കുടുംബം പുതിയതായിട്ട് ജന്മമെടുക്കുന്നതിന് വേണ്ടി ഒരു യുവാവും ഒരു യുവതിയും മുൻപോട്ട് വരുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബാംഗങ്ങളുടെയൊക്കെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളാണ് ഈ 6 കൽഭരണികൾ നിറയെ തുളുമ്പുന്ന പച്ചവെള്ളം. എന്തൊക്കെയാണ് ആ 6 കൽഭരണികൾ? ഒന്നാമതായിട്ട് നമുക്കറിയാം, നമ്മളെല്ലാം ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വന്നവരായതുകൊണ്ട് വിവാഹ ആലോചനകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് സൗന്ദര്യത്തെക്കുറിച്ച് തന്നെയാണ്. ഒന്നാമത്തെ കൽഭരണി എന്ന് പറയുന്നത് അത് സൗന്ദര്യമാണ്. കാരണം ഒരു പെണ്ണിനെ ചെറുക്കൻ കാണാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ആ ചെറുക്കനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? അല്ലെങ്കിൽ ഒരു ചെറുക്കനെ കാണുമ്പോൾ പെണ്ണിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്,
നിനക്ക് ഈ ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ? ഇപ്പോഴത്തെ ആധുനിക ജീവിത പശ്ചാത്തലങ്ങളിലൊക്കെ ഒരുപക്ഷെ ഒരു ഫോർമൽ ആയിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഇങ്ങനെയുള്ള പെണ്ണ് കാണലോ അല്ലെങ്കിൽ ചെറുക്കനെ കാണലോ ഒന്നും നടക്കുന്നില്ല. മറിച്ച് ഇൻഫോർമലായിട്ട്, അതായത് തങ്ങൾ പഠിക്കുന്ന ഇടങ്ങളിലോ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ ഒക്കെ ചില വ്യക്തികളെ കണ്ടുമുട്ടുകയും അവരോട് ഒരു ഇഷ്ടം തോന്നുകയും അവരോടൊരു താല്പര്യം തോന്നുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അവർ പിന്നീട് അത് വീട്ടിൽ അറിയിക്കുന്നു, അല്ലെങ്കിൽ വീട്ടുകാരോട് പങ്കുവയ്ക്കുന്നു. ഞാനിങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു ചെറുപ്പക്കാരിയെ കണ്ടുമുട്ടി. ഒരുപക്ഷെ നമ്മളിന്ന് കൂടുതൽ കേൾക്കുന്നത് പ്രണയ വിവാഹങ്ങളെക്കുറിച്ചൊക്കെയാണ്. പ്രിയമുള്ളവരെ, എന്താണ് ഒരു ഫോർമലായിട്ടുള്ള വിവാഹ ആലോചനയാണെങ്കിലും ഇൻഫോർമലായിട്ടുള്ള ഇത്തരത്തിൽ ഞാൻ പറഞ്ഞു വന്ന വിധത്തിലുള്ള വിവാഹ ആലോചനയാണെങ്കിലും സംഭവിക്കുന്ന ഒരേ കാര്യമാണ്. അതായത് നമ്മൾ പരസ്പരം ഒരു കൂട്ടായ്മയിലേക്ക്, ഒരു കുടുംബം രൂപപ്പെടുത്തുന്നതിലേക്ക് ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും നയിക്കുന്നത് പ്രഥമവും പ്രധാനവുമായിട്ട് അത് സൗന്ദര്യ ബോധം തന്നെയാണ്. അതായത് ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരിയെ ഇഷ്ടപ്പെടുന്നു, ഒരു ചെറുപ്പക്കാരിക്ക് ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് പ്രാഥമികമായും അത് സൗന്ദര്യ ബോധത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും, ഒന്നാമത്തെ കൽഭരണി എന്ന് പറയുന്നത്, അത് നിറയുന്ന ജലം എന്ന് പറയുന്നത്, വെള്ളം എന്ന് പറയുന്നത് അത് സൗന്ദര്യബോധമാണ്. ഒരുപക്ഷെ പ്രായമൊക്കെ ആ മേഖലയിൽ പെടുന്ന ഒരു കാര്യമാണ്. സൗന്ദര്യത്തോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യമാണ് പ്രായം. ഇപ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ കേൾക്കാറുണ്ട്, ചെറുക്കന് പ്രായം കൂടുതലാണ്, പെണ്ണിന് പ്രായം കുറവാണ്, അല്ലെങ്കിൽ പെണ്ണിന് പ്രായം കൂടിപ്പോയാൽ വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ പ്രായവും ഒരു ഘടകമാണ്. ചിലപ്പോഴെങ്കിലും വിവാഹമോചനത്തിൻ്റെ മേഖലയിലേക്കൊക്കെ വരുമ്പോൾ പ്രായം പറഞ്ഞത് കള്ളമാണ് എന്ന്, അല്ലെങ്കിൽ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് വിവാഹമോചനം വേണമെന്ന് ആവശ്യപ്പെടുന്ന സംഭവങ്ങൾ വരെ നമ്മൾ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ സൗന്ദര്യവും പ്രായവും ഒക്കെയാണ് ഒന്നാമത്തെ ഭരണി നിറയുന്ന ജലം എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ രണ്ടാമത്തെ കൽഭരണി എന്ന് പറയുന്നത്, നിറയുന്ന പച്ചവെള്ളം എന്ന് പറയുന്നത്, അത് കുടുംബ മഹിമയാണ്. നമുക്കറിയാം, ഒരു പെൺകുട്ടി വന്ന് പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ സമ്മതിക്കണമെന്നില്ല. കാരണം വീട്ടുകാർ അതിനെക്കുറിച്ച് അന്വേഷിച്ച് തുടങ്ങുകയാണ്. ഈ ചെറുപ്പക്കാരനെക്കുറിച്ച്, ഈ പെൺകുട്ടി പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങും. അവൻ്റെ മാതാപിതാക്കളെക്കുറിച്ച്, അവൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ച്, അവൻ്റെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച്, കുടുംബ പാരമ്പര്യ മഹിമയെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ്. ഇപ്പോൾ ഒരുപക്ഷെ ചിന്തിക്കാറുണ്ട്, പല കുടുംബ ബന്ധങ്ങളും സ്ഥാപിതമാകുന്നതിന് പിന്നിൽ പ്രകാരം പരസ്പരം യോജിക്കുവാൻ സാധിക്കുന്ന കുടുംബ മാഹിമയും പാരമ്പര്യവും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ബന്ധ സ്ഥാപനമാണ് നടക്കുന്നത്. അപ്പോൾ രണ്ടാമതായിട്ട് പച്ചവെള്ളം എന്ന് പറയുന്നത് അത് കുടുംബ മഹിമയാണ്. നമ്മുടെ കുടുംബത്തിന് യോജിച്ച മറ്റൊരു കുടുംബത്തിൽ നിന്നും വിവാഹ ആലോചന നടത്തുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ അങ്ങനെ തിരയുന്ന, അല്ലെങ്കിൽ ആൺകുട്ടിയെക്കുറിച്ച് അങ്ങനെ അന്വേഷിക്കുന്ന ഒരു പശ്ചാത്തലമാണ് സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ഗാർഹിക പശ്ചാത്തലങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്ന പച്ചവെള്ളം എന്ന് പറയുന്നത്, അത് മൂന്നാമത്തെ കൽഭരണി എന്ന് പറയുന്നത് ജോലിയാണ്. ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ, നമ്മുടെ പശ്ചാത്തലങ്ങളിൽ, മലയാളികൾ എന്ന നിലയിൽ നമുക്ക് ജോലി ഒരു പ്രതിസന്ധിയാണ്. പലർക്കും ജോലി ഇല്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന, അതായത് പഠിച്ച പഠനത്തിൻ്റെ തക്കതായ ജോലി ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹം നടക്കുന്നില്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരെ കണ്ടുമുട്ടാൻ ഇടയാകുന്നുണ്ട്. അപ്പോൾ ജോലി ഒരു പ്രധാന വിഷയമാണ്. നല്ല ജോലിയുള്ള വ്യക്തി എന്ന നിലയിൽ വിവാഹ ആലോചനയിൽ പരിഗണിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമുക്കിന്ന് ഏറെ കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ജോലിയുടെ മേഖല ഒരു പ്രധാനപ്പെട്ട കൽഭരണിയാണ്. അത് മൂന്നാമത്തെ കൽഭരണിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരുപക്ഷെ നല്ല ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ബന്ധം ലഭിക്കൂ എന്നുള്ള പറയുന്ന ഒരു അന്തരീക്ഷം ഇന്ന് നിലനിൽക്കുമ്പോൾ ഒരുപാട് യുവജനങ്ങൾ അത്തരത്തിൽ നിരാശയിൽ കഴിയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുവാനും ഇടയായിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ കൽഭരണി എന്ന് പറയുന്നത് ജോലിയുടെ മേഖലയാണ്, ജോലി മേഖലയിലുള്ള സ്ഥിരതയാണ്, ജോലിയിലുള്ള സമ്പാദ്യത്തിൻ്റെ മേഖലയാണ്, വരുമാനത്തിൻ്റെ മേഖലയാണ്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കൽഭരണി. നാലാമതായിട്ട് ഉള്ള കൽഭരണി എന്ന് പറയുന്നത് അത് ആരോഗ്യത്തിൻ്റെ മേഖലയാണ്.
അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് വ്യക്തികൾ ചെറുപ്രായത്തിൽ തന്നെ രോഗത്തിന് അടിമകളായി മാറുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വിവാഹ ആലോചനയിൽ ഇന്ന് കുടുംബങ്ങൾ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യത്തിൻ്റെ മേഖല. നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണോ, നല്ല ആരോഗ്യമുള്ള പെൺകുട്ടിയാണോ, നല്ല ആരോഗ്യമുള്ള കുടുംബ പശ്ചാത്തലമുണ്ടോ? അതായത് ചില രോഗങ്ങളൊക്കെ ഹെറിഡിറ്ററി ആയിട്ട് തലമുറകളിലൂടെ കൈമാറുന്നതാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ അന്വേഷിക്കുന്ന ആളുകളെ കാണാനിടയായിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള രോഗ സാധ്യതകൾ മറ്റ് തലമുറകളിൽ ഉണ്ട്, അല്ലെങ്കിൽ മുൻകൂട്ടി അവർ മനസ്സിലാക്കിയിട്ട് വിവാഹബന്ധം ഒഴിഞ്ഞു പോകുന്ന, അത് ചിലപ്പോൾ വിവാഹത്തോട് തൊട്ടടുത്ത് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ പോലും ഒഴിഞ്ഞു പോകുന്ന രംഗങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇടവന്നിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, നാലാമത്തെ കൽഭരണി എന്ന് പറയുന്നത് അത് ആരോഗ്യത്തിൻ്റെ മേഖലയാണ്. ഇനി അഞ്ചാമത്തെ മേഖല എന്ന് പറയുന്നത് അത് പഠനത്തിൻ്റെ മേഖലയാണ്. നന്നായിട്ട് വിദ്യാഭ്യാസം ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ചോദിക്കുന്നതാണ്. ഒരുപക്ഷെ സമ്പാദ്യം ഉണ്ടാകും, സമ്പത്തുണ്ടാകും, തലമുറ കൈമാറി വന്നിരിക്കുന്ന പരമ്പരാഗതമായ സ്വത്ത് ഉണ്ടാകും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേഖലകളിൽ എപ്പോഴും നല്ല രീതിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ വിദ്യാഭ്യാസം വേണ്ടത്ര ഇല്ല, അല്ലെങ്കിൽ ആ പഠനത്തിനുള്ള കഴിവ് അവർ തെളിയിച്ചിട്ടില്ല. അവർ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ് അന്വേഷിക്കുന്നു, അവരുടെ പഠിച്ച സഹപാഠികളോട് ചോദിക്കുന്നു. അങ്ങനെ ഒരു വിവാഹ ആലോചനയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പഠനവും ഒരു വിഷയമാണ്, അല്ലെങ്കിൽ പഠന മേഖലയിലെ മികവ്, പാഠ്യേതര മേഖലകളിലെ മികവ് ഒരു വിവാഹ ആലോചനയെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 5 കൽഭരണികളിൽ അഞ്ചാമത്തേത് ഈ പഠനത്തിൻ്റെ പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്ന കൽഭരണിയാണ്. ഇനി ആറാമത്തേത് അതൊരു പക്ഷേ പ്രധാനപ്പെട്ടതാണ് എങ്കിലും പലപ്പോഴും ഈ കാര്യങ്ങളുടെയൊക്കെ പിന്നാമ്പുറത്തേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒന്നാണ് നല്ല സ്വഭാവമുള്ള വ്യക്തിയാണോ എന്നുള്ള അന്വേഷണം. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള അന്വേഷണം അസ്ഥാനത്താണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ പോലുമുണ്ട്. കാരണം ജനറലൈസ് ചെയ്യുന്ന പല കാര്യങ്ങളും സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എന്ന് വാദിക്കുന്ന പല കാര്യങ്ങളും സ്വഭാവത്തിൻ്റെ മേഖലകളിൽ അത്ര നല്ലതല്ല എന്നുള്ള ഒരു ദാരുണ അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനം, പുകവലി, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഈ മേഖലകളിൽ പലപ്പോഴും പല വ്യക്തികളും, പല യുവജനങ്ങളും, പല കൗമാരക്കാരും വീണുപോകുന്ന ഒരു മേഖലയാണ്. പക്ഷേ വിവാഹാലോചനകളുടെ മേഖലകളിൽ ഇന്ന് ഒരു പക്ഷേ അത് വളരെയധികം വാട്ടർ ഡൗൺ ചെയ്ത് അതിനെ വെള്ളം ചേർത്ത് അവതരിപ്പിക്കുന്നു. അതായത് കുഴപ്പമില്ല, സാരമില്ല, ഇപ്പം അങ്ങനെയൊന്നും അല്ലെങ്കിൽ അല്ലേ പ്രശ്നമുള്ളൂ എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ആറാമത്തെ കൽഭരണി എന്ന് പറയുന്നത് സ്വഭാവത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ഒരു പക്ഷേ ഒരു കല്യാണ ആലോചനയിൽ, ഒരു വിവാഹത്തിനെ കുറിച്ചുള്ള ചിന്തയിൽ ഈ 6 കൽഭരണികൾ നിറയെ ഉള്ള വെള്ളം കൊണ്ടുവന്ന് വയ്ക്കപ്പെടുന്നുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും, ഒരു യുവാവിനെയും ഒരു യുവതിയെയും ഒരു അൾത്താരയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് ഈ പച്ചവെള്ളമാണ്, ഈ പച്ചവെള്ളത്തിൻ്റെ മേഖലകളാണ്. ഈ ബന്ധത്തിൻ്റെ മേഖലകളിൽ നിന്നുകൊണ്ടാണ് അവർ വിവാഹത്തിലേക്ക് വരിക. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങൾ ഇതിലൊന്നുമല്ല അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞ ഈ 6 കാരണങ്ങൾ, 6 കൽഭരണികൾ, അതിലോരോന്നിലും കുറവ് വരുമ്പോൾ ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. ഒരുപക്ഷെ ഇന്ന് സൗന്ദര്യത്തിന് കുറവ് വരുമ്പോൾ ഭാര്യയെ വേണ്ട, അല്ലെങ്കിൽ ഭർത്താവിനെ വേണ്ട എന്ന് പറയുന്ന സാഹചര്യം നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു രോഗം വന്നു, രോഗത്തിൻ്റെ പ്രതിഫലനമായി സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയി എന്ന്, അതുകൊണ്ട് ഭാര്യയെ ഉപേക്ഷിച്ച് പോകുന്ന, അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്ന ദാമ്പത്യ ബന്ധങ്ങളുടെ കഥ നമ്മൾ കേൾക്കുകയാണ്. ഒരു കുടുംബത്തിൽ കുടുംബമഹിമയെക്കുറിച്ചുള്ള ചർച്ച വിവാഹ ജീവിതത്തിലെ പ്രധാന ഘടകമായി മാറുകയാണ്. അതായത് കുടുംബത്തിൻ്റെ മഹിമയെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണത്തിൽ എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞതാണ്. പക്ഷേ പിന്നീട് വിവാഹ ജീവിതമൊക്കെ തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോഴാണ് കുടുംബത്തിൻ്റെ ആന്തരികമായ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള അകത്തളങ്ങളിലുള്ള വാർത്തകൾ മനസ്സിലാക്കുകയും പഴിചാരാൻ തുടങ്ങുകയും കുറ്റപ്പെടുത്താൻ തുടങ്ങുകയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമായി നമ്മളിന്ന് കണ്ടുമുട്ടുന്ന കാര്യമാണ്. അതായത് കലഹം അവസാനിക്കാത്ത
കുടുംബമഹിമയെ ചൊല്ലിയുള്ള ഞങ്ങളുടെ കുടുംബം മെച്ചപ്പെട്ടതാണ്, നിങ്ങളുടെ കുടുംബം മോശമാണ് എന്ന് പറയുന്ന തരത്തിലുള്ള പഴിചാരലുകളുടെ മേഖലകൾ ഏറി വരുന്ന ദാമ്പത്യ ബന്ധങ്ങൾ. ജോലി മേഖല ഇന്ന് ഏറ്റവും കൂടുതൽ ക്രൈസിസ് ഉള്ള ഒരു മേഖലയാണ്. കാരണം ജോലി എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു യുവാവ് പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അവൻ പറഞ്ഞു, അച്ഛാ AI വന്നതോടുകൂടി IT മേഖലയിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെയൊക്കെ ജോലി നഷ്ടപ്പെട്ടു പോകാനുള്ള നല്ല സാധ്യതയുണ്ട്, അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവരും ഭയത്തിലാണ്. കാരണം ഇനിയിപ്പം മനുഷ്യൻ്റെ സ്കില്ലോ മനുഷ്യൻ്റെ പ്രവൃത്തിയോ ഒന്നും ആവശ്യമില്ല, എല്ലാം AI ചെയ്തു തരും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ എല്ലാം സാധ്യമാണെന്ന് പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജോലിയൊക്കെ നഷ്ടപ്പെടാം. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ ലോകം കടന്നുപോയപ്പോൾ ജോലി നഷ്ടപ്പെട്ടതുണ്ട്. അതുപോലെ തന്നെ രോഗത്തിൻ്റെ പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് പാൻഡമിക്കുകൾ, പകർച്ചവ്യാധികൾ, കൊറോണ പോലെയുള്ള രോഗങ്ങൾ പടർന്ന് പന്തലിച്ചപ്പോൾ ഈ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ കുടുംബ ബന്ധങ്ങൾക്കും തകർച്ച നേരിട്ടു എന്നുള്ളത് ഒരു ദാരുണ സത്യമാണ്. ഇനി അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ മേഖലയും പഠനത്തിൻ്റെ മേഖലയിൽ കളവ് പറഞ്ഞു എന്നുള്ള പരാതികളും സ്വഭാവത്തിൻ്റെ മേഖലകളിൽ പിന്നീട് നടത്തുന്ന കണ്ടെത്തലുകളും, അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ ബന്ധത്തിലേക്ക്, ഒരു കുടുംബത്തിൻ്റെ രൂപീകരണത്തിലേക്ക് വന്ന 6 കൽഭരണികളെക്കുറിച്ചും കംപ്ലൈൻ്റ് ഉണ്ട്, 6 കൽഭരണികളെക്കുറിച്ചും പരാതിയുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത്? വിവാഹബന്ധത്തിൽ ഉലച്ചിലുകൾ സംഭവിക്കുന്നു. ദാമ്പത്യ ബന്ധത്തിൽ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളും വാദങ്ങളും, ഒരുപക്ഷെ പിരിഞ്ഞു പോകുന്നില്ലായിരിക്കാം, പക്ഷേ പിരിഞ്ഞ് പോയ ജീവിതങ്ങളെക്കാളും കഷ്ടമായി പരസ്പരം പഴിചാരിയും ചെളിവാരി എറിഞ്ഞും ജീവിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, കാനായിലെ കല്യാണ വിരുന്നിൻ്റെ വചനഭാഗം ധ്യാനിക്കുമ്പോൾ ഈ പച്ചവെള്ളത്തിൻ്റെ മേഖലയെ എങ്ങനെ വീഞ്ഞിൻ്റെ അനുഭവമാക്കി മാറ്റാമെന്നൊരു ചോദ്യം നമുക്ക് മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് മിശിഹായുടെ സ്നേഹത്തിൻ്റെ പുതുവീഞ്ഞിൻ്റെ ലഹരിയിലേക്ക് ഈ കൽഭരണികളിലെ പച്ചവെള്ളത്തെ മാറ്റാൻ സാധിക്കുക? എല്ലാ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ ഈ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്ന പ്രക്രിയ, ഈ അത്ഭുതം സംഭവിക്കുന്നില്ലെങ്കിൽ എളുപ്പത്തിൽ അതിവേഗത്തിൽ നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകും, നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകും. അല്ലെങ്കിൽ തകർന്ന കുടുംബ ബന്ധങ്ങളുടെ ആ അന്തരീക്ഷങ്ങളിൽ നമ്മൾ ജീവിക്കേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ പ്രകടമായി പുറമേ നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരിക്കും, പക്ഷേ ആന്തരികതയിൽ ഒരു കുടുംബത്തിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും ഒന്നും ആസ്വദിക്കാൻ കഴിയാതെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ശപിച്ച് ജീവിക്കുന്നവരായി മാറും. അപ്പം അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അനുദിനം കർത്താവിനെ ഈ കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവസാനം വരെ സൂക്ഷിച്ചു വയ്ക്കുന്ന വീഞ്ഞായി, മിശിഹായുടെ സ്നേഹത്തിൻ്റെ ആ മാധുര്യം ഉള്ള വീഞ്ഞായി കുടുംബ ബന്ധത്തിലെ സ്നേഹബന്ധം മാറണം. ഭൗതികമായ കാര്യങ്ങളല്ല, ഭൗതികമായ ജീവിത പശ്ചാത്തലങ്ങളല്ല നിങ്ങളെ ഒന്നിപ്പിക്കുന്നത്, ദാമ്പത്യ ബന്ധത്തിൽ നിങ്ങളെ ഒരുമിപ്പിക്കുന്നത്, മറിച്ച് മിശിഹായുടെ സ്നേഹമാണ് എന്നുള്ള ബോധ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ദാമ്പത്യ ബന്ധത്തിൻ്റെ ഏത് ഘട്ടത്തിലായാലും, ഒരുപക്ഷെ അത് കൗമാരക്കാരാണെങ്കിലും അത് മധ്യവയസ്കരാണെങ്കിലും അത് വാർദ്ധക്യത്തിലേക്ക് കടന്നവരാണെങ്കിലും ശരി, ദാമ്പത്യ ബന്ധത്തിൻ്റെ പശ്ചാത്തലങ്ങളിൽ ഇത്തരത്തിൽ ഒരു മാറ്റം, മിശിഹായുടെ സ്നേഹത്തിൻ്റെ പുതുവീഞ്ഞിൻ്റെ ലഹരിയിലേക്കുള്ള ഒരു മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ പൂർവ്വകാലങ്ങളിൽ സംഭവിച്ചതിനെക്കുറിച്ച് അല്ലെങ്കിൽ പഴയ കാലങ്ങളിൽ പറഞ്ഞു പറ്റിച്ചതിനെക്കുറിച്ച് കലഹിച്ച് കുടുംബജീവിതത്തിൽ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമെന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് ദൈവസ്നേഹം വിളമ്പുക എന്ന് പറയുന്ന ദൈവസ്നേഹത്തിൻ്റെ പുതുവീഞ്ഞിൻ്റെ ലഹരിയിൽ പരസ്പരം സ്നേഹം പങ്കുവെച്ച് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ എങ്ങനെയാണ് ഈ പുതുവീഞ്ഞിൻ്റെ ലഹരി നമുക്ക് ലഭ്യമാവുക? ഞാൻ സിറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയിലെ ഒരു പ്രാർത്ഥന പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതിങ്ങനെയാണ്: പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിൻ്റെ ഐക്യം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം യാചിക്കുന്നു. ഒരു കാറോസസ പ്രാർത്ഥനയാണ്, ഒരു യാചനാ പ്രാർത്ഥനയാണ്. കുർബാന മധ്യേ ശുശ്രൂഷി ചൊല്ലുന്ന ഒരു യാചനാ പ്രാർത്ഥനയാണ്: പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിൻ്റെ ഐക്യം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: ഞങ്ങളുടെ കുടുംബങ്ങളിൽ നൽകണമേ, ഞങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങളിൽ നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ ഉണ്ടാകുന്ന സ്നേഹത്തിൻ്റെ ഐക്യം, ആ സ്നേഹത്തിൻ്റെ ഐക്യം അത് പരിപൂർണതയുടെ സ്നേഹത്തിൻ്റെ ഐക്യമാണ്, പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഐക്യമാണ്. പിതാവും
പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ഒരു ഡൈനാമിക് ആയിട്ടുള്ള പരസ്പരം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സ്നേഹത്തിൻ്റെ ഐക്യം അത് നമ്മളുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണം. ആ കുടുംബ സ്നേഹബന്ധത്തിലേക്ക് പരിശുദ്ധാത്മാവിൽ നമ്മൾ വളരണം. ദൈവ സ്നേഹത്തിൽ നമുക്ക് വളരുവാൻ സാധിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാത്ത ഇടങ്ങളിൽ സ്നേഹത്തിൻ്റെ ഐക്യം അഭാവം ഇന്ന് നേരിടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഇല്ലാത്ത കുടുംബ ബന്ധങ്ങൾ, ഈ ലൗകികമായ കൽഭരണികൾ, ഭൗതികമായ കൽഭരണികൾ, പച്ചവെള്ളങ്ങൾ, അതൊക്കെ മതി, പച്ചവെള്ളത്തിൻ്റെ കൽഭരണികൾ മതി എന്ന് ചിന്തിച്ച് ദാമ്പത്യ ബന്ധത്തിലൂടെ നീങ്ങുന്നവർ അവർ പരസ്പരം കലഹിച്ചും തർക്കിച്ചും വാദിച്ചും ജീവിതത്തെ മുൻപോട്ട് നീങ്ങുന്നവരാണ്. അതുകൊണ്ട് ഇവിടെ എന്താണ് നമുക്ക് പ്രായോഗികമായി ചെയ്യാൻ സാധിക്കുക? എങ്ങനെയാണ് ഈ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയുക? പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എങ്ങനെയാണ്, ആ സ്നേഹത്തിൻ്റെ ഐക്യം എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിൽ നിറയ്ക്കുവാൻ സാധിക്കുക എന്നൊരു ചോദ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനുള്ള ഉത്തരം ഈ വിശുദ്ധ ഗ്രന്ഥത്താളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഈശോയുടെ സാന്നിധ്യത്തെ ഏറ്റുപറയുക എന്നുള്ളതാണ്. രണ്ട്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ ഏറ്റുപറയുക എന്നുള്ളതാണ്. ഈശോയുടെ സാന്നിധ്യത്തെ ഇന്ന് നമുക്ക് ഏറ്റുപറയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഈശോയുടെ സാന്നിധ്യത്തെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒന്ന് വിശുദ്ധ കുർബാനയാണ്. അപ്പം അതുകൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദൈവസ്നേഹ അനുഭവത്തിൽ അനുദിനം വളരുവാൻ നമുക്ക് സാധിക്കുക. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, കാനായിലെ കല്യാണ വിരുന്നിലെ അത്ഭുതം പോലെ സ്നേഹത്തിൻ്റെ പുതുവീഞ്ഞ് നുരഞ്ഞു പൊങ്ങുന്ന അനുഭവമുണ്ടാകുന്നത് ഓരോ ദിവസത്തെയും വിശുദ്ധ കുർബാനയിലാണ്. ഇത് ആരംഭിച്ചത്, കുടുംബജീവിതം ആരംഭിച്ച ആ വിശുദ്ധ കുർബാനയുടെ സമയത്താണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയും, റീവിസിറ്റ് ദ ബർത്ത് പ്ലേസ് ഓഫ് ഫാമിലി. വിശുദ്ധ കുർബാനയാണ് ഓരോ കുടുംബവും ജന്മമെടുത്ത ഇടം. ഒരു മാമോദിസ സ്വീകരിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കൂദാശ എന്ന നിലയിൽ വിവാഹം ആശീർവദിക്കപ്പെട്ടത് പരിശുദ്ധ കുർബാനയുടെ മധ്യയാണ്. അതുകൊണ്ട് കുർബാനയാണ് കുടുംബം ജന്മമെടുത്ത സ്ഥലം. ബർത്ത് പ്ലേസ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത് ദിവ്യകാരുണ്യ ആഘോഷമാണ്, യൂക്രിസ്റ്റിക് സെലിബ്രേഷനാണ്. വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിൻ്റെ ആ അനുഭവത്തിലേക്ക് റീവിസിറ്റ് ചെയ്യുക, വീണ്ടും കടന്നു ചെല്ലുക എന്നത് മാത്രമാണ് ഈ സ്നേഹത്തിൻ്റെ ലഹരി വീണ്ടും വീണ്ടും നിറയുവാനുള്ള മാർഗമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ സ്നേഹത്തിൻ്റെ നല്ല വീഞ്ഞ് വിളമ്പും, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ഇടപെടും, നല്ല വ്യക്തികളായി ആദ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കും. പിന്നെ പതിയെ പതിയെ നമ്മുടെ കയ്യിലുള്ള പച്ചവെള്ളം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പാൻ തുടങ്ങും. അങ്ങനെ വിളമ്പി കുറച്ച് കഴിയുമ്പോൾ പച്ചവെള്ളത്തിൻ്റെ രുചിക്കുറവിനെക്കുറിച്ച്, ഒരു ലഹരിയുമില്ലല്ലോ, ഒരു രുചിയുമില്ലല്ലോ, ഒരു മണവുമില്ലല്ലോ എന്നുള്ള പരാതി പറച്ചിൽ ആരംഭിക്കും. അങ്ങനെ കലഹങ്ങളിലേക്ക് നീങ്ങും. അതുകൊണ്ട് അനുദിനം വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരിക, കുർബാനയിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ സ്നേഹത്തിൻ്റെ പുതുവീഞ്ഞിൻ്റെ ലഹരി വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും ശക്തിയും എപ്പോഴും അനുഭവിക്കുക. കുടുംബ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് ജപമാല ഉൾപ്പെടുത്തുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ഈ സ്നേഹത്തിൻ്റെ പുതുവീഞ്ഞിൻ്റെ ലഹരി, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രായോഗികമായി ചെയ്യാനുള്ള ഒരു കാര്യം. അക്കൂട്ടത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്നേഹത്തിൻ്റെ ആനന്ദം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇതിന് പകരമായി പലരും ഇന്ന് ചെയ്യുന്നതാണ്, ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ ആനന്ദത്തിൻ്റെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള ആ ലഹരി, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഭൗതികമായ ചില സന്തോഷങ്ങൾ, ഒരു ട്രിപ്പ് പോവുക, ഒരു ഔട്ടിങ്ങിന് പോയി ഫുഡ് കഴിക്കുക, ഒരു ഫിലിമിന് പോവുക, ഒരു യാത്ര നടത്തുക, അങ്ങനെ ഭൗതികമായ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സന്തോഷം ജനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നത് മിഥ്യാധാരണയാണ്. സ്നേഹത്തിൻ്റെ ആനന്ദത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. മറ്റുള്ളതൊക്കെ നമ്മളെ അതിലേക്ക് സഹായിക്കുന്നതായിരിക്കാം, അതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്, അതിനൊന്നും തെറ്റും പറയാൻ സാധിക്കുകയില്ല. പക്ഷേ ഒരു യാത്ര പോകുന്നത് കൊണ്ട് ദാമ്പത്യ ബന്ധത്തിൻ്റെ സ്നേഹം വർദ്ധിക്കണമെന്നില്ല. ഒരു ഫിലിമിന് പോയതുകൊണ്ട്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോയതുകൊണ്ട്, ഒരുമിച്ച് ഒരു യാത്ര ചെയ്തതുകൊണ്ട് സ്നേഹത്തിൻ്റെ ലഹരി വർദ്ധിക്കണമെന്നില്ല. അത് സ്നേഹത്തിൻ്റെ ലഹരി വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ദൈവസ്നേഹാനുഭവം ഉണ്ടാകണം. പ്രിയമുള്ളവരെ, നാലാമതായി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവമഹത്വമാണ് നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടേണ്ടത്. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ അത്ഭുതമാണ്, അടയാളമാണ് കാനായിലെ കല്യാണ വിരുന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യൻ അവൻ്റെ മഹത്വം, അവൻ്റെ നേട്ടം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്
ദാമ്പത്യ ബന്ധത്തെ പലപ്പോഴും ചിത്രീകരിക്കുക. അതായത് അവൻ്റെ നേട്ടങ്ങൾ, അവൻ്റെ സമ്പത്ത്, അവൻ്റെ ജോലി, അവൻ്റെ കുടുംബമഹിമ, അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ, അതൊക്കെ ഒന്ന് പ്രദർശിപ്പിക്കാൻ, അതൊക്കെ ഞങ്ങൾ വലിയ ആൾക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രകടനപരതയുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുക. അത് മാറ്റിവെച്ചിട്ട് ഇതെല്ലാം ദൈവം തന്നതാണെന്നും ഇതെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വിനിയോഗിക്കുന്നതെന്നുള്ള ബോധ്യമുണ്ടാവുക. അത് കുടുംബം ജന്മമെടുക്കുന്ന വിവാഹ ആഘോഷത്തിൻ്റെ നിമിഷം തുടങ്ങി അങ്ങോട്ട് മുഴുവനും കാത്തു സൂക്ഷിക്കാൻ സാധിച്ചാൽ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.